രാഷ്ട്രീയം വിശദീകരിച്ച് മുൻപോട്ട് പോകുന്ന പി.വി. അൻവറിന് വലിയ തിരിച്ചടിയാണ് മുന്നണിയിൽ എടുക്കില്ല എന്ന DMK-യുടെ തുറന്നു പറച്ചിലൂടെ ഉണ്ടായിരിക്കുന്നത്. ചെന്നൈയിലെത്തി ചർച്ച നടത്തി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാനുള്ള അൻവറിന്റെ നീക്കത്തിന് തടയിട്ടത് പിണറായി വിജയൻ എന്നാണ് ഒരു സൂചന. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് DMK-യുടെ സപ്പോർട്ടോടുകൂടിയാണ് പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് അൻവർ ആദ്യം തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊരു വലിയ തിരിച്ചടിയാണ് ഇന്നലെ DMK-യുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു തുറന്നു പറച്ചിൽ. അതിനുശേഷം അൻവറിനുണ്ടായ ആ ഒരു മാറ്റം, അല്ലെങ്കിൽ അൻവർ വീണ്ടും ചില കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പറയുന്നൊരു സാഹചര്യം, ഇനി ഞാൻ തമിഴിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് പോലും അൻവർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ എന്തൊക്കെ രാഷ്ട്രീയ നാടകങ്ങളാണ് അവിടെ അരങ്ങേറിയത്? തീർച്ചയായും അതുതന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ചില രാഷ്ട്രീയ നാടകങ്ങൾ, രസകരമായ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെയാണ് ഈ മലബാർ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം കേന്ദ്രീകരിച്ച് ഇന്നലെ വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതായിരുന്നു അൻവർ ഏറ്റവും മുന്നിലേക്ക് വെച്ചിരുന്ന ഒരു നിർദ്ദേശം. അത് DMK-യുടെ ഭാഗമായി കേരളത്തിൽ അതിശക്തമായി മുന്നോട്ട് പോകാൻ, കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും താൻ പൂർത്തിയാക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും, കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് ഈ ഒരു വലിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് തൊട്ടു മുമ്പ് തന്നെ വലിയൊരു തിരിച്ചടി തന്നെ അൻവറിന് നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DMK-യുടെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ തന്നെയായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ നിർദാക്ഷിണ്യം അത് തള്ളുന്ന ഒരു സാഹചര്യമായിരുന്നു DMK-യുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്തായാലും നമുക്കറിയാം, ഇപ്പോഴും രഹസ്യമായി തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അൻവറിന്. പക്ഷേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അൻവറോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു മലബാറിൽ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ ഒരുപാട് ആളുകൾ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കടുത്ത എതിർപ്പ് തന്നെയാണ് ഇത്തരത്തിൽ DMK-യുടെ ഈ വിയോജിപ്പിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുതന്നെയാണ് ഇതിലേറ്റവും പ്രസക്തമായി വരുന്നതും. കാരണം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വിമർശന ശരങ്ങൾ അൻവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. അത് മുഖ്യമന്ത്രിയെ മാത്രമല്ല, ആഭ്യന്തര വകുപ്പിനെ ഒന്നാകെ പ്രതികൂട്ടിലാക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അൻവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം പാർട്ടിക്കുള്ളിൽ, CPM-നുള്ളിൽ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനുള്ളിൽ ഉണ്ടാക്കി എന്നുള്ള ഇല്ല. അതോടൊപ്പം തന്നെ CPM-ന്റെ സമ്മേളനങ്ങൾ നടക്കുന്ന കാലങ്ങളാണ്. അത്തരത്തിൽ CPM-നെ ദുർബലപ്പെടുത്തുന്ന ഒരു നടപടികൾ തന്നെ അൻവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെ അൻവർ ഒരു വർഷത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ തിരിച്ചൊരു DMK-യിലേക്ക് പോകാനുള്ള ആ ഒരു നീക്കത്തിന് CPM-ന്റെ ഭാഗത്തു നിന്നും, പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഒരു കനത്ത തിരിച്ചടി, അല്ലെങ്കിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം അവിടെ CPM പയറ്റത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ അൻവർ പോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നതെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ തിരക്കിട്ട സമയത്തും ചെന്നൈയിലെത്തി DMK-യുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഇപ്പോഴും അതിനുള്ള രഹസ്യ നീക്കങ്ങൾ, പരസ്യമായി DMK തള്ളിയെങ്കിൽ പോലും രഹസ്യമായ നീക്കങ്ങൾ, ഉപാധികൾ വെച്ചുള്ള രഹസ്യമായ നീക്കങ്ങൾ ഇപ്പോഴും നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളുമായി അൻവർ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ വലിയ വിമർശനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് CPM മലപ്പുറത്ത് തന്നെ രാഷ്ട്രീയ വിശദീകരണ യോഗം, പെരിന്തൽമണ്ണയിൽ തന്നെ ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ ഈ CPM-ഉം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മലബാറിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാമെന്നുള്ള ഒരു വലിയ ശ്രമമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണി ശ്രമിച്ചിരുന്നത്. അത് അൻവറിനെയൊക്കെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു മുസ്ലിം വോട്ടുകൾ, അതിതീവ്ര മുസ്ലിം വികാരം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് പക്ഷേ CPM-ന് തന്നെ, ഇടതുപക്ഷത്തിന് തന്നെ വലിയൊരു തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ നാണം കെടേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ദേവിക, രോഹിണി. അതെ, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ ഒരു രാഷ്ട്രീയ നീക്കം അൻവർ ലക്ഷ്യം വെച്ചെങ്കിലും DMK-യുടെ തുറന്ന് പറച്ചിൽ കനത്ത തിരിച്ചടി തന്നെയാണ് പി.വി. അൻവറിന് നൽകിയിരിക്കുന്നത്. പി.വി. അൻവർ കൂടുതൽ ദുർബലനാകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും.